മാന്യ സദസ്സിന് വന്ദനം. മഹാത്മാഗാന്ധി കാലം ഭാരതത്തിനു കനിഞ്ഞു നൽകിയ പുണ്യം. ലോകമേ തലവാടി തനിക്ക് ചെടികളും പുഴുക്കളും കൂടിത്തൻ കുടുംബക്കാർ ത്യാഗമെന്നതേ നേട്ടം താഴ്മതാനഭ്യുന്നതി യോഗവിദ്ദേവം ജയിക്കുന്നിതേ ഗുരുനാഥൻ. സഹൃദയരെ, 2019 ഒക്ടോബർ ഭാരതത്തിലെ പത്രങ്ങളിൽ ഏറെ ജനശ്രദ്ധ നേടിയ ഒരു വാർത്ത വന്നു. ഗാന്ധിജി ആത്മഹത്യ ചെയ്തത് എങ്ങനെ എന്നൊരു ചോദ്യം ഉയർന്നിരിക്കുന്നു. അതും അദ്ദേഹത്തിന്റെ ജന്മദേശമായ ഗുജറാത്തിലെ ഒരു സ്കൂളിൽ. ഈ വാർത്തയും മറ്റു ചില ആനുകാലിക സംഭവങ്ങളും NP കൃഷ്ണവാര്യരുടെ മോഹൻദാസ് ഗാന്ധിയും നാഥുറാം ഗോഡ്സെയും എന്ന കവിതയുടെ പശ്ചാത്തലത്തിൽ വിശകലനം ചെയ്യുകയാണ് ഇവിടെ. ഇതിൽ പ്രത്യക്ഷപ്പെടുന്ന ഗാന്ധിജി ഈ കാലഘട്ടത്തിലെ അധസ്ഥിത വർഗത്തെയും ഗോഡ്സെ ചൂഷക വർഗത്തെയും പ്രതിനിധാനം ചെയ്യുന്നു. കഥ സബ്കോ സമ്മതി ദേ ഭഗവാൻ. അരിവാങ്ങുവാൻ ക്യൂവിൽ നിൽക്കുന്നു ഗാന്ധി. ഭാരതത്തിന്റെ ഇന്നത്തെ അവസ്ഥ, അരിവാങ്ങുവാൻ പാവം ഗാന്ധിജി ക്യൂവിൽ തിരിഞ്ഞു നിൽക്കുകയാണ്. അരിവാങ്ങുവാൻ ക്യൂവിൽ നിൽക്കുന്നു ഗാന്ധി. അരികെ കൂറ്റൻകാരിലേറി നീങ്ങുന്നു ഗോഡ്സെ. ഗോഡ്സെ ഗാന്ധിജിയുടെ ഘാതകൻ, അധർമ്മത്തിന്റെ പ്രതീകം, അതാ കൂറ്റൻ കാറിൽ കയറി പോകുന്നു. തലസ്ഥാന നഗരം ലക്ഷ്യമാക്കി ആ വാഹനം ചീറിപ്പാഞ്ഞു. ഇതേ സമയം യൂണിഫോം ധരിച്ച 2 കുട്ടികൾ ആ വഴിയോരത്തോട് നടന്നു വരുന്നു. കണ്ടാൽ അറിയാം സ്കൂൾ വിട്ടുള്ള വരവാണ്. നോക്ക്, ഗാന്ധിയപ്പൂപ്പൻ. അവരിലൊരാൾ ആശ്ചര്യപൂർവ്വം പറഞ്ഞു. 2 പേരും ഓടി ആ മഹാത്മാവിനടുത്തെത്തി. ഒരു ചിരി, ഒരൊറ്റ ചിരി. കുട്ടികളെ കണ്ടതും ആ മഹാവൃക്ഷം ഒരമ്പിളിപ്പൂ പോലെ വിരിഞ്ഞു. ക്ലാസിൽ തന്റെ ആത്മഹത്യ ചോദ്യത്തിൽ വായിച്ചു ഗാന്ധി നിൽക്കുന്നതാണെത്തി. ബാബു, അങ്ങ് എന്തിനാണ് ആത്മഹത്യ ചെയ്തത്? അവരിലൊരാൾ ആകാംക്ഷയും ആശങ്കയും ചാടിച്ച് ചോദിച്ചു. ബ്രിട്ടീഷുകാർക്ക് മുമ്പിൽ മുട്ടുമടക്കാത്ത അങ്ങ് എന്തിനാണ് അങ്ങനെ ചെയ്തത്? രണ്ടാമത്തെ കുട്ടിക്കും ചോദ്യം തടുത്തു നിർത്താൻ കഴിഞ്ഞില്ല. ക്യൂവിൽ നിന്നിരുന്ന എല്ലാവരുടെയും ശ്രദ്ധ ഒരു നിമിഷം അവിടേക്കായി. മക്കളെ, ഞാൻ ആത്മഹത്യ ചെയ്തതല്ല. അദ്ദേഹത്തിന് അത് ഉറക്കെ പറയണമെന്ന് തോന്നി. ആ കണ്ണുകൾ നിറഞ്ഞു. ഇന്ത്യതൻ ഭാവിയ മക്കളെ കേൾക്കുവിൻ. ഇന്ത്യതൻ ഭാവിയ മക്കളെ കേൾക്കുവിൻ. ആത്മഹത്യയ്ക്കു ശ്രമിച്ചതല്ല ഗാന്ധി, ആത്മഹത്യയ്ക്കു ശ്രമിച്ചതല്ല. എല്ലാരും ഒന്നൊരാശയം ചൊല്ലപ്പോടുത്ത് മതഭ്രാന്തനായ വിനായക ഗോഡ്സെ വെടിവച്ചു കൊന്നതാണ്. ഗോഡ്സെ വെടിവച്ചു കൊന്നതാണ്. അതെ, ഗാന്ധിജിയെ നാഥുറാം വിനായക് ഗോഡ്സെ വെടിവെച്ചു കൊന്നതാണ്. അതൊന്നും ഉറക്കെ പറയാനാകാതെ ആ മനസ്സ് നീറി. കുട്ടികളുടെ നെറുകയിൽ തലോടിക്കൊണ്ട് അദ്ദേഹം പതുക്കെ പറഞ്ഞു, മക്കളെ, നിങ്ങൾ പൊയ്ക്കോളൂ. കുട്ടികൾ തിരിഞ്ഞു നടന്നു. ഇതേ സമയം ഏതാനും ശുഭ്രവസ്ത്രധാരികൾ ഒരു വലിയ ആഡംബരക്കാരിൽ അവിടേക്ക് വന്നിറങ്ങി. അവർ അരിവാങ്ങുവാനായി ക്യൂവിൽ നിന്നിരുന്ന ഗാന്ധിജിയെ കണ്ടു. മഹാത്മൻ, അങ്ങേ കണ്ടതിൽ വലിയ സന്തോഷം. ഗാന്ധിജി എല്ലാവരെയും സശ്രദ്ധം നോക്കി. നിങ്ങളൊക്കെ ആരാണ്? ഞങ്ങളെ മനസ്സിലായില്ലേ? ഞങ്ങൾ ഗോഡ്സെയുടെ ആളുകളാണ്. അല്ലേ, അദ്ദേഹം ഇത് വലിയ ആളല്ലേ, ജനസേവകൻ. അങ്ങ് കണ്ടു കാണും, അല്പം മുമ്പേ ഇതുവഴി കാലം പോയിരുന്നു. ഗോഡ്സെക്ക് ഇപ്പോൾ അങ്ങയോട് ഒരു വിരോധമില്ല. കഴിഞ്ഞ ദിവസം അരി വാങ്ങുവാനായി
അങ്ങയെ കണ്ട് ഗോഡ്സെ കരഞ്ഞുപോയി. അങ്ങയെ വെടിവെച്ചതിൽ അദ്ദേഹം ദുഃഖിതനാണ്. ഒന്നും പറയാനാകാതെ ഗാന്ധിജി ഹരിസഞ്ജിയുമായി നടന്നകലുന്നു. നേരിട്ടു വില കൂട്ടി വിൽക്കുന്ന സേവന ചതികൾ കൊടുപ്പാണു ഗാന്ധി. ഏതു രക്ഷസിനും ദേവതയാകുവാൻ ഓതുന്ന പേരാണു ഗാന്ധി. തിരിഞ്ഞു നടക്കുന്ന ഗാന്ധിജിയെ നോക്കി അവർ ഒന്നുകൂടി ഉറക്കെ പറഞ്ഞു, മഹാത്മാവേ, അക്രമം ചെയ്യുന്നതും പ്രചരിപ്പിക്കുന്നതും അങ്ങേക്ക് ഇഷ്ടമല്ലല്ലോ. അതുകൊണ്ട് ഗാന്ധിപദം സ്കൂളിൽ പഠിപ്പിക്കുന്നതും ഞങ്ങൾ നിർത്തലാക്കി. ഒപ്പം ചരിത്ര പഠനത്തിന് ആവശ്യമില്ല എന്ന് ഞങ്ങൾ തോന്നുന്ന മറ്റു ചിലതും ഞങ്ങൾ ഒഴിവാക്കി. ചരിത്രം വിറങ്ങലിക്കുന്നു, ഭാരത ചരിത്രം വിറങ്ങലിക്കുന്നു, സത്യങ്ങളും ഗുണങ്ങൾ ചരിത്രമാകുന്നു. ഘാതക വീണ്ടും ആ മഹാത്മാവിൻ രൂപത്തിൽ നിറയൊഴിക്കുന്നു. അവർ വാഴ്ത്തുപാടുന്നു, അവർ വാഴ്ത്തുപാടുന്നു. ഗോഡ്സെക്ക് വാഴ്ത്തുപാടിക്കൊണ്ട് ആ സംഘം കാറിൽ കയറി യാത്രയാകുന്നു. അടുത്ത ദിവസം അതാ ഒരു സംഘം ആളുകൾ നഗരത്തിലെ പാർക്കിനടുത്തേക്ക് കടന്നു വരുന്നു. കൃഷി നശിച്ച് ജീവിതം തകർന്ന കർഷകർ. അവർ ഗാന്ധിജി അന്വേഷിച്ചു വരികയാണ്. ഇതേ സമയം പാർക്കിന് മുന്നിലെ കോൺക്രീറ്റ് ബെഞ്ചിൽ കിടക്കുകയാണ് ഗാന്ധിജി. മഹാത്മാവേ, എഴുന്നേൽക്കൂ. എന്താണ് മക്കളെ, എന്റെ എന്ത് സഹായമാണ് നിങ്ങൾക്ക് വേണ്ടത്? ഭാരതത്തിൽ അങ്ങാണല്ലോ ഗ്രാമങ്ങളെ കുറിച്ച് ആഴത്തിൽ ചിന്തിച്ചതും പറഞ്ഞതും. കൃഷി ഉപജീവന മാർഗമായി സ്വീകരിച്ചത് മൂലം ജീവിതം നശിച്ചു പോയവരാണ് ഞങ്ങൾ. ആ കണ്ണീരിന്റെ കഥ അങ്ങയോട് പറയാനാണ് ഞങ്ങൾ വന്നത്. കൃഷിയെല്ലാം പോയേ, ഞങ്ങളുടെ നിലവും പോയേ, നെൽവിളയും വയലേലകളിൽ കോൺക്രീറ്റിൻ മാടുകൾ വന്നേ, കിളിപാടും കാടുകളും ഉറവകളും പോയേ, കുടിവെള്ളം ഊറ്റിയെടുക്കാൻ കുത്തക മുതലാളികൾ വന്നേ. എന്തു ചെയ്യാനാണ്? ഈ കാലഘട്ടത്തിൽ എനിക്ക് പ്രസക്തിയില്ല. നിങ്ങൾ സമരം ചെയ്യുവിൻ. അഹിംസാ സമരങ്ങളിലൂടെ നിങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കുവിൻ. ചെയ്തു. സ്വന്തം കൃഷിയിടത്തിൽ സ്വയം അധ്വാനിച്ചുണ്ടാക്കുന്ന വിളവിന് മറ്റൊരാൾക്ക് നേടുന്ന അധികാരം ഞങ്ങൾ ചോദ്യം ചെയ്തു. ഗോഡ്സെയുടെ കാർ ഇടയ്ക്കിടെ ആ പരിസരങ്ങളിൽ പരിഹസിച്ചു വിലസാറുണ്ട്. മഹാത്മാവേ, അയാളുടെ അനുയായികൾ ഞങ്ങളെ പല രീതിയിൽ അടിച്ചമർത്താൻ ശ്രമിച്ചു. മുള്ളുവേലികൾ കെട്ടി റോഡിൽ ബുൾഡോസറുകൾ നിരത്തി, ഗ്രനേഡെറിഞ്ഞും ഉൾപ്പെടുത്തി മാറ്റിപ്പായിക്കുന്നു. മഞ്ഞും മഴയും വെയിലും വെട്ടി ഇന്നും നരകിക്കുന്നു, ഞങ്ങൾ ഇന്നും നരകിക്കുന്നു. മക്കളെ, നിങ്ങളെ സഹായിക്കണമെന്നുണ്ട്. പക്ഷേ ചുമരിൽ തൂങ്ങുന്ന ചിത്രങ്ങളിലും കറൻസി നോട്ടുകളിലും മാത്രമായി ഞാൻ ഒതുങ്ങിയിരിക്കുന്നു. അങ്ങനെ പറയരുത്. ഭാരതത്തിൽ അങ്ങേക്ക് ഇന്നും പ്രസക്തിയുണ്ട്. ലോകം മുഴുവൻ ഗാന്ധിയൻ ദർശനങ്ങൾക്ക് പ്രസക്തി ഏറി വരികയാണ്. അങ്ങ് തന്ന ഇച്ഛാശക്തിയും പിന്തുണയും തന്നെയാണ് ഇന്നും ഞങ്ങളുടെ അവകാശ സമരങ്ങളുടെ ഊർജം. ഗാന്ധിജിയോട് യാത്ര പറഞ്ഞ കർഷകർ നടന്നകലുന്നു. അവരെ സ്തബ്ധരായി നോക്കി നിൽക്കുകയാണ് ഗാന്ധിജി. ഇതേ സമയം പാർക്കിനകത്ത് നിന്ന് ബഹളങ്ങളും പൊട്ടിച്ചിരികളും. ഗാന്ധിജി അവിടേക്ക് നോക്കി. കുടിച്ചു കൂത്താടുന്ന യൗവനം. മധോന്മത്തരായ ആ ചെറുപ്പക്കാരെ നോക്കി ആ ജഞ്ചലനായി നിൽക്കുന്ന ഗാന്ധിജിയുടെ അടുത്തേക്ക് അവർ ഇറങ്ങുന്നു. മഹാത്മാവേ, അങ്ങ് എന്താണ് ഇങ്ങനെ അന്തിച്ചു നിൽക്കുന്നത്? നമ്മുടെ നാടിന്റെ വികസനത്തിന് നിർണായകമായ ഒരു ഘടകമാണ് മദ്യം. ആഘോഷങ്ങളെല്ലാം ഇന്ന് മദ്യത്തിൽ മുങ്ങിക്കുളിക്കാനുള്ളതാണ്.
ന്യൂയോർക്കിൽ ലേലത്തിൽ വെച്ച അമ്മയുടെ സ്മരണ വസ്തുക്കൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നതും ഒരു മദ്യ വ്യവസായിയാണ്. 9,30,00,000 രൂപയ്ക്കാണ് അത് ലേലത്തിലെടുത്തത്. ഹേ റാം! ഗാന്ധിജി നിശബ്ദനായി തലതാഴ്ത്തി. ഇതേ സമയം അതാ ഒരു തിരഞ്ഞെടുപ്പ് പ്രചരണ വാഹനം കടന്നു വരുന്നു. വമ്പിച്ചാരകം വാഹനത്തിൽ നിന്ന് ഉച്ചഭാഷിണിയിലൂടെ വിളിച്ചു പറയുകയാണ്: പ്രിയപ്പെട്ട നാട്ടുകാരെ, അടുത്ത തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന നമ്മുടെ നാടിന്റെ പൊന്നാമന പുത്രൻ നാഥുറാം ഗോഡ്സെ ഇതാ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിനായി കടന്നു വരുന്നു. എല്ലാവരും ആശീർവദിക്കുക, അനുഗ്രഹിക്കുക. ജനം വാഹനത്തിന് ചുറ്റും കൂടി. ഹായ് സുന്ദരൻ! വാഹനത്തിൽ നിന്ന് ജനങ്ങൾക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നിൽക്കുന്നത് മറ്റാരുമല്ല, ഗോഡ്സെ, നാഥുറാം വിനായക് ഗോഡ്സെ. ജനങ്ങൾക്കിടയിൽ നിന്നിരുന്ന ഗാന്ധിജി സ്തബ്ധനായി. കരയുന്നു ആമുഖം, പുഞ്ചിരിക്കുന്നു കണ്ണുകളിൽ തീനാളങ്ങൾ ആടിപ്പടരുന്നു. തെളിച്ചൊരു ധർമ്മത്തിൻ പാതയിൽ നിന്ന് ദുർഭൂതങ്ങൾ താണ്ഡവമാടുന്നു. ഗോഡ്സെക്ക് തിരഞ്ഞെടുപ്പിൽ ജയിച്ചേ തീരൂ. അതിനായി ജനസേവനം ഒരു വ്രതമാക്കി മാറ്റിയിരിക്കുകയാണ്. പക്ഷേ ഭാരതത്തിലെ ജനങ്ങൾ ഐക്യത്തോടെ നിന്നാൽ അത് സാധ്യമല്ല. അടുത്ത ദിവസം അതാ ഒരു ദേവാലയത്തിൽ ബോംബ് പൊട്ടി. വർഗീയ വിഷം ആളിക്കത്തി. ജനങ്ങൾ പരസ്പരം വെട്ടിമരിച്ചു. ഒടുവിൽ അത് സംഭവിച്ചു. ഗോഡ്സെ ജയിച്ചു മന്ത്രിയായി. അതാ സ്റ്റേറ്റുകാരിൽ വിശ്രമ മന്ദിരത്തിൽ ഗോഡ്സെ വന്നിറങ്ങി. അവിടെ ഗേറ്റു കാവൽക്കാരനായി നിന്ന ഗാന്ധിജിയെ ഗോഡ്സെ തിരിച്ചറിഞ്ഞില്ല. പക്ഷേ ദുഃഖാർത്തനായ ഗാന്ധിജിയുടെ കരൾ തുളച്ചുണ്ടായ ശബ്ദം പുറത്തേക്കൊഴുകി. ഹേ റാം! ഹേ റാം! തിരിഞ്ഞു ചുറ്റി തന്റെ നിത്യശത്രുവിനെ കണ്ടു തിരിച്ചു ക്ഷണം പിന്നെ പുത്തനായി ചിരി ഗോഡ്സെ. നിനക്ക് എന്റെ കീഴിലൂടെ ജോലി വേണോ? എങ്കിൽ നാ വഴക്കിക്കൊള്ളുക. ഗാന്ധിജി പ്രതിവദിച്ചു. ഹേ ദുഷ്ട! പാവം ജനകോടികളെ നീ തെറ്റിദ്ധരിപ്പിച്ചു. എന്താണ് സത്യം? എവിടെയാണ് സത്യം? അത് തന്ത്രപൂർവ്വം നീ ജനങ്ങളിൽ നിന്നും മറച്ചു വെച്ചു. പക്ഷേ ഓർത്തോളൂ, കൃഷി നശിച്ച് ജീവിതം തകർന്ന കർഷകരുടെ, വർഗീയതയിൽ പിടയുന്ന മനുഷ്യരുടെ ചുടുനിശ്വാസങ്ങൾ ഒരു കൊടുങ്കാറ്റായി നിനക്ക് നേരെ വരും. നിന്റെ സിംഹാസനങ്ങളും നീ നേടിയ സമ്പത്തും ആ പ്രചണ്ഡമായ കൊടുങ്കാറ്റിൽ തകർന്നരിപ്പണമാകും. നിനക്കും നിന്റെ ആളുകൾക്കും ദൈവം നല്ലത് തോന്നിക്കട്ടെ. സബ്കോ സന്മതി ദേ ഭഗവാൻ. ഗാന്ധിജി തിരിഞ്ഞു നടന്നു. എവിടെ നിന്നോ ഒരു പറ്റം വിദ്യാർത്ഥികൾ അദ്ദേഹത്തിനൊപ്പം കൂടി. മഹാത്മൻ അങ്ങ് ഒറ്റയ്ക്കല്ല, ഞങ്ങളുണ്ട് കൂടെ. അവരെല്ലാവരും ഒന്നിച്ച് ഏറ്റുപാടി. നമസ്കാരം.